ഭഗവാനെ, എന്താ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാത്തത്? ഞാൻ നിന്നെ 24 മണിക്കൂർ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ? എന്നിട്ട് നീ ഞാൻ പറയുന്നത് എന്താ കേൾക്കാത്തത്? മഴ ഒന്ന് നിർത്തി തരൂ. ഇങ്ങനെ മഴ പെയ്യിക്കല്ലേ. നീ എന്താ പ്രസാദിക്കാത്തത്? വത്സ, എന്താണ് നിന്റെ പ്രശ്നം? ഭഗവാനെ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് സന്തോഷമായി. ഭഗവാനെ, വീടിന് ചുറ്റും വെള്ളമാണ്. ഇനിയും മഴ പെയ്താ വീടിനകത്തേക്കും കൂടെ വെള്ളം കയറും, എല്ലാം നാശാവും. ദയവ് ചെയ്ത് ഈ മഴ ഒന്ന് നിർത്തി തന്നൂടെ? ഞാൻ നിസ്സഹായനാണ്. നിന്റെ വീട്ടിൽ നിന്ന് തന്നെ മഴ പെയ്യിക്കാനുള്ള പ്രാർത്ഥനയും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് മഴ പെയ്യാൻ പ്രാർത്ഥിക്കേ? ആര് പ്രാർത്ഥിക്ക? അടുത്ത മുറിയിൽ പോയി നോക്കിയാൽ നിനക്കത് മനസ്സിലാവും. ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരി ഭഗവാനെ. നിങ്ങൾ എല്ലാവരും കൂടെ എന്തായി പ്രാർത്ഥിക്കണേ? അത് മഴ പെയ്യാൻ. എന്തിനാ മഴ പെയ്യാൻ പ്രാർത്ഥിക്കണേ? അത് നന്നായി മഴ പെയ്താലല്ലേ സ്കൂളിന് അവധി കിട്ടുള്ളൂ, അതുകൊണ്ടാ. അല്ലടി, ഇത് ഏതാണ് പുതിയൊരു ദേവി? അത് നമ്മുടെ ജില്ലാ കളക്ടറാണ്. കുട്ടികൾ പ്രാർത്ഥിക്കുന്നത് സ്കൂളിന് അവധി കിട്ടാനാന്ന് മനസ്സിലാക്കാം. നിങ്ങൾ രണ്ടാൾ എന്തിനാ പ്രാർത്ഥിക്കണേ? അല്ല, മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കമൊക്കെ ആയാലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കാലോ. എന്റെ ഭഗവാനെ,